ഹായ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് യിങ്ക്യോങ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇത് വന്നത് അപ്പർ സിയാങ്ങിലാണ്. ഇവിടെ നമ്മൾ 2 ദിവസമായിട്ട് ഒരു മലയാളിയുടെ വീട്ടിലാണ് താമസിച്ചത്. ഞാൻ ആളെ പരിചയപ്പെടുത്തരാം. തോമസേട്ടാ, എന്തുണ്ട് വിശേഷം? ചേട്ടൻ നാട്ടിലെവിടെയായിരുന്നു? നാട്ടില് പത്തനംതിട്ട, മല്ലപ്പള്ളി. ഇവിടെ എത്ര ആളായിട്ടുണ്ട്? ഏകദേശം 30 വർഷമല്ലേ? ഇനിയിപ്പോൾ എത്ര ആളും കൂടെ ഉണ്ടാവും? അത് ഇനി നാട്ടിലേക്ക് പോകണാണ്. അപ്പൊ തോമസ് ചേട്ടാ, 2 ദിവസമായിട്ട് എനിക്ക് നല്ല ഫുഡും ഇന്ന് സ്പെഷ്യലാണ്. ഇന്ന് പുട്ടും പിന്നെ കടലക്കറി. ഞാൻ നാട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഏകദേശം കുറേ നാളുകൾക്ക് ശേഷമാണ് ഇപ്പൊ പുട്ടും കടലക്കറിയും കഴിക്കണത്. അപ്പൊ എല്ലാത്തിനും ഒരുപാട് നന്ദിയുണ്ട്. വീണ്ടും കാണാം. ഓക്കെ, ഇതാണ് മക്കളെ യിങ്ക്യോങ് എന്ന് പറഞ്ഞ സ്ഥലം കേട്ടാ. അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങനെയാണ്. അതുപോലെ നമ്മുടെ തോമസ് ചേട്ടനോടൊക്കെ യാത്രയൊക്കെ പറഞ്ഞിറങ്ങി. പിന്നെ വേറെ 2 മലയാളികൾ ഉണ്ടാകുന്ന കേട്ടോ. അപ്പോൾ അവരെ ഞാൻ വിളിച്ചാണ് പറഞ്ഞത്. അവർ റൂമിലാണ് കേട്ടോ. അവർ ഈ വർക്കിനൊക്കെ കയറുമ്പോൾ 9-10 മണിയൊക്കെയും. അപ്പോൾ അതുകൊണ്ട് കാണാൻ പറ്റില്ല. തിരിച്ച് വന്ന വഴിക്ക് എന്തായാലും മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നിന്ന് ഏകദേശം 160 കിലോമീറ്ററിൻ്റെ അടുത്തോളം ഉണ്ട് ടൂട്ടിങ്ങിലേക്ക്. എന്തായാലും നമ്മൾ ഇന്ന് എത്തില്ല, നാളെ എത്തില്ല, മറ്റന്നാളായിരിക്കണം എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എന്തായാലും നമുക്ക് മുന്നോട്ട് പോകാം. അത്യാവശ്യം നല്ല വെയിലുണ്ട്, നല്ല കാലാവസ്ഥയാണ് കേട്ടോ. കാരണം മഴ പെയ്ത് കഴിഞ്ഞാൽ നല്ല പണി കിട്ടും. ഇപ്പം മഴയില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. കാരണം ഷൂട്ടിങ്ങിലേക്കുള്ള റോഡൊക്കെ ഭയങ്കര മോശമെന്നാണ് ഇവിടെയുള്ള ആൾക്കാർ നമ്മളോട് പറഞ്ഞു കേട്ടാ. ഇവിടെ നിന്നാണ് മോശം റോഡ് സ്റ്റാർട്ട് ചെയ്യാൻ കേട്ടാ. ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഫുള്ള് മോശമെന്നാണ് കേട്ടത്. കാരണം ഇപ്പം മഴ ഇല്ല, 2-3 ദിവസമായിട്ട് മഴയില്ല. അതുകൊണ്ടാണ് ഇത്രയെങ്കിലും നമുക്ക് ഫീൽ ചെയ്യണം കേട്ടാ. അല്ലെങ്കിൽ ഇവിടെ മൊത്തം നശിച്ചിരിക്കണത് നോക്കി ചെളിക്കുണ്ട് പോലെ ഇരിക്കണേ കേട്ടാ. കാരണം ഇനി ഇതിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് ദിവസം വെയിൽ വന്നെയാണെങ്കിൽ ഇത് ഓക്കെ ആവും. ഇത് നോക്കിയേ, ഇതാണ് കേട്ടോ ഇവിടുത്തെ അവസ്ഥ. എനിക്ക് തോന്നല്ല നമുക്ക് ഷൂട്ടിങ് എത്രമാത്രം പോകാൻ പറ്റുമെന്ന്. കാരണം റോഡിൻ്റെ അവസ്ഥ ഭയങ്കര സീനാണ് മക്കളെ. ഇത് തോന്നണം എനിക്ക് റോഡിൻ്റെ ഇത് കൂട്ടണേന്ന് തോന്നണം കേട്ടോ. അവിടെ എന്തോ കട്ടിങ് കിടപ്പുണ്ട്. അപ്പോൾ നമ്മൾ അതുകൊണ്ടാണ് ഈ ഒരു വഴിയെടുത്ത. നോക്കിയേ, ഇവിടെ ചെളിക്കുണ്ടാണ് കേട്ടോ, ഫുള്ള് ചെളിക്കുണ്ടാണ്. എൻ്റെ മോനെ, പോണോയ്ക്ക് ഇതേപോലെ ചെറിയ ചെറിയ കാണകളുണ്ട് കേട്ടോ. ഇത് നോക്കിയേ, വെള്ളത്തിൻ്റെ കളറ് അടിപൊളിയല്ലേ കാണാൻ വേണ്ടി. ഇത് നല്ല കിടിലം വെള്ളമാണ് കേട്ടോ. ഇതിലങ്ങനെ മോശമായിട്ടുള്ള വേസ്റ്റോ കാര്യങ്ങളൊന്നും ഉള്ളതല്ല. ഇത് ആൾക്കാർ കുടിക്കാനൊക്കെ ഉപയോഗിക്കും, കുളിക്കാനായിക്കോട്ടെ, അതുപോലെ കാറൊക്കെ കഴുകാനാണെങ്കിൽ ഇതെല്ലാം ഉപയോഗിക്കും കേട്ടോ. നമ്മൾ ഈ അരുണാചൽ അതുപോലെ ഈ മല ഏരിയകളിലൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ വെള്ളത്തിനൊന്നും വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. കാരണം ഇത് കണ്ടിന്യൂ ആയിട്ട് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കണം. മലയിൽ നിന്ന് ഒഴുകി തന്നെ വെള്ളമല്ലേ. ഇത് കുടിക്കാനും കുളിക്കാനും എല്ലാത്തിനും ഉപയോഗിക്കും കേട്ടോ. നല്ല ഭംഗിയുണ്ട് കേട്ടോ. അതുപോലെ ഈ വെള്ളത്തിന്റെ അടുത്തേക്കുമ്പോൾ ഒരു തണുപ്പുണ്ട്. കാരണം ഇത്ര നേരം നല്ല വെയിലായിരുന്നു. ഇപ്പൊ ഈ ഒരു വെള്ളത്തിന്റെ അടുത്ത് ഇങ്ങനെ വന്നപ്പോൾ അത്യാവശ്യം നല്ല തണുപ്പ് ഫീൽ ചെയ്യണ്ട കേട്ടോ. നമ്മളെ പോണ വഴിക്ക് ഇവിടെ ഒരു ബ്രിഡ്ജ് ഉണ്ട് കേട്ടോ. ഈ ഒരു ബ്രിഡ്ജിന്റെ പേരാണ് ഗാന്ധി ബ്രിഡ്ജ്. ഇവിടെ അത്യാവശ്യം നല്ല പൊടിയായിട്ടാ. കാരണം റോഡിന്റെ അവസ്ഥ ഇതാണ്. ഗാന്ധി ബ്രിഡ്ജിലൂടെ നമുക്ക് ഒരേ സമയം ഒറ്റ വണ്ടിക്ക് മാത്രമേ പോകാൻ പറ്റുള്ളൂ. അവിടെ നിന്ന് ഒരു വണ്ടി വന്നാണ്ടില്ലേ, ആ വണ്ടി പോയി കഴിഞ്ഞാലേ ഈ ഒരു വണ്ടി പോവുള്ളൂ. ഈ ഒരു ബ്രിഡ്ജിന് ശരിക്കും വേറൊരു പേരും കൂടെ പറയട്ടെ. ഗാന്ധി ബ്രിഡ്ജിൽ നിന്ന് പേര് വരാൻ കാരണം ഈ ഭാഗത്ത് എന്തോ ഗാന്ധി വന്നിട്ടുണ്ട്, അതായത് നമ്മുടെ മഹാത്മാഗാന്ധി വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെ ചൊല്ലി പിന്നീട് ഈ ഒരു ബ്രിഡ്ജ് ചെറുതൊക്കെ ആയിരുന്നട്ടെ. ഈ കാണുന്ന ഒരു ഇത് കണ്ടില്ലേ, ശരിക്കും നേരത്തെ ഇങ്ങനെയായിരുന്നു ബ്രിഡ്ജ് കാര്യങ്ങളൊക്കെ. പിന്നീട് ഇങ്ങനെ ബ്രിഡ്ജ് പണിത് ഇപ്പോൾ ആ വണ്ടികൾ അങ്ങാടും ഇങ്ങാടും പോകണ അവസ്ഥയിലാക്കിയിട്ടാ. ഇതിനെക്കുറിച്ച് നമ്മളോട് തോമസ് ചേട്ടനാട്ടാ പറഞ്ഞാൽ നമുക്ക് ഇതിനെക്കുറിച്ച് വലിയ ഐഡിയ ഉണ്ടാകുന്നില്ല. അപ്പോൾ മൂപ്പരാണ് നമുക്ക് ഇങ്ങനെ ഒരു അറിവ് ഷെയർ ചെയ്തേട്ടാ. അതുപോലെ നിങ്ങൾ കാലാവസ്ഥ നോക്കിയേ, നല്ല വെയിലാണ്ടാ. ഇവിടെ നിന്ന് സൂര്യൻ്റെ ചൂടടിച്ച് നമ്മൾ ആകെ തളർന്നു പോയിട്ടാ. അത്യാവശ്യം നല്ല കയറ്റമുണ്ട്, അതുപോലെ ഇറക്കവും കിട്ടുന്നുണ്ട് കേട്ടാ. ഈ ഒഴുകണതാണ് സിയാങ് റിവർ. ഇത് നേരെ ചൈനയിൽ നിന്നാണ് ഒഴുകി വന്നത് കേട്ടാ ഇന്ത്യയിലേക്ക്. നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടി. അതുപോലെ വെള്ളമൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ കലങ്ങിയിരിക്കണം കേട്ടോ. ഇവിടെ പണിയെടുക്കുന്നതുകൊണ്ടാണ് ഈ വെള്ളത്തിന് ഇങ്ങനൊരു കളർ വന്നത്. കാരണം വേസ്റ്റും മണ്ണെല്ലാം വീണത് ഈ വെള്ളത്തിലേക്കാണ്. കാരണം ഇത് നോക്കിയങ്ങൾ ഈ മണ്ണൊക്കെ എല്ലാം ഇടിച്ചിടിച്ച് നേരെ അടിയിലേക്കാണ് ഇടുന്നത്. അത് നേരെ വന്ന് പതിക്കുന്നത് ഈ വെള്ളത്തിലേക്കാണ്. അങ്ങനെ ഒഴുകി വന്ന വെള്ളത്തിൻ്റെ കളർ ഇങ്ങനെ ചേഞ്ചായിട്ടാണ് വന്നത്. ആണ് ഗാന്ധി ബ്രിഡ്ജ് കേട്ടോ. ഇതിന് ബിയോറങ് ബ്രിഡ്ജ് എന്നുള്ള ഒരു പേരുണ്ട്. ബിയോറങ് ബ്രിഡ്ജ് എന്ന് പേരുണ്ട് കേട്ടോ. ഇത് ഏകദേശം 2019 ഇതിന്റെ പണി കഴിഞ്ഞത്. അപ്പൊ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടാ. ഇവിടുന്ന് അറ്റേ ടൈമിൽ ഞാൻ പറഞ്ഞല്ലോ, ഒരു വണ്ടി മാത്രമേ പോവുള്ളൂ വലുത്. അപ്പൊ അതിനനുസരിച്ച് ഓരോരോ വണ്ടികളൊക്കെ ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണ കേട്ടാ. ഇവിടെ എന്താ പോവാത്ത, നല്ല ലോങ് ഉണ്ട് കേട്ടാ. പിന്നെ ഇവിടെ ഒരു ഡാമിന്റെ പണി വന്നിട്ടുണ്ട്. ഈ ഡാമിന്റെ പണി വന്നു കഴിഞ്ഞാൽ മിക്കവാറും ബ്രിഡ്ജും അതുപോലെ ഈ ഗ്രാമങ്ങളൊക്കെ മിക്കവാറും വെള്ളത്തിന്റെ അടിയിൽ പോകാൻ ചാൻസ് ഉണ്ട് കേട്ടാ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ കുറച്ച് പ്രശ്നങ്ങൾ നടപ്പുണ്ട്. ഇവിടെ മിക്കയിടത്തും പോലീസുകാർ ഇപ്പോൾ ഉണ്ട് കേട്ടോ. കാരണം ഈ ഡാം പണിയുന്നതുകൊണ്ട് ആൾക്കാരുടെ വീടും കുടിയും പോണതുകൊണ്ട് ആൾക്കാർ ഭയങ്കര പ്രശ്നം കേട്ടോ.
ഇവർക്ക് ഒരുപാട് നല്ല കോമ്പൻസേഷൻ കിട്ടേണ്ടെന്നൊക്കെയാണ് കേൾക്കണത്. നല്ല ഒഴുക്കിലാണ് കേട്ടോ അവിടെ നിന്ന് വെള്ളം വന്നത്. ഒന്ന് നോക്കി, നല്ല ഒഴുക്കുണ്ട് കേട്ടോ വെള്ളത്തിന്. നമ്മളെ സഞ്ചരിക്കുന്ന റൂട്ടാണ് നിങ്ങൾ ഈ കാണുന്നത് കേട്ടോ. അടിപൊളി റൂട്ടല്ലേ, ഇങ്ങനെ കയറി വേണം വരാൻ. ഇവിടുന്ന് ഏകദേശം അത്യാവശ്യം ദൂരം ഈ ഒരു റൂട്ട് തന്നെയാണ്, അതായത് ഈ ഒരു റോഡ് തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് കട്ടിങ് നടപ്പുണ്ട് കേട്ടോ. അവിടെ മാത്രം അത്യാവശ്യം നല്ല രീതിയിൽ മോശമായിട്ടാണ് കിടക്കുന്നത്. ഇപ്പം മഴയില്ലാത്തതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടാവില്ലെന്നാണ് പ്രതീക്ഷ കേട്ടോ. അത്യാവശ്യം വണ്ടികൾ ഇപ്പോഴാണ് കേട്ടോ വന്നു തുടങ്ങുന്നത്. ഇത് നോക്കിയ ഒരു സുമോ നോക്കിയേ, ഇത് ടൂട്ടിങ്ങിൽ നിന്നായിരിക്കും ഈ ഒരു സുമോ സർവീസ്. ഈ പോണ സുമോയില്ലേ, ഇത് രാവിലെ ഷൂട്ടിങ്ങിന് സ്റ്റാർട്ട് ചെയ്തേണ്ട ഏകദേശം 5-6 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത വണ്ടിയായിരിക്കാം. കാരണം രാവിലെ സ്റ്റാർട്ട് ചെയ്താൽ ഇവർ ഈ പാസിക്കടയ്ക്ക് എത്തുള്ളൂ കേട്ടോ, ഒരു വൈകിട്ടൊക്കെ ചെയ്യുമ്പോൾ. അപ്പോൾ അല്ലെങ്കിൽ ഇവർ വൈകി ഇറങ്ങിക്കഴിഞ്ഞാൽ റോഡ് കട്ടിങ് ബ്ലോക്കൊക്കെ വരുമ്പോൾ പെട്ടും. കണ്ടില്ലേ, വലിയ വലിയ വണ്ടികൾ ഒരുപാട് വന്നിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഈ വണ്ടികളൊക്കെ വന്നു കഴിഞ്ഞാൽ കുറച്ച് ടാസ്ക്കാണ് കേട്ടോ സൈഡ് കൊടുക്കാൻ വേണ്ടി. ഈ ഒരു റൂട്ടിൽ ഭയങ്കര പണിയാണ് മക്കളെ. കാരണം വലിയ വണ്ടികൾ വന്നു കഴിഞ്ഞാൽ പെട്ടുപോട്ടാ. ഈ സുമോ ഒക്കെ എനിക്ക് തോന്നുന്നത് പാസിക്കട്ടിൽ നിന്ന് തന്നെ സുമോ എന്ന് തോന്നുന്നത്. അതും അവിടെ നിന്ന് ഏകദേശം രാവിലെ ഒരു 5 മണി 6 മണിയൊക്കെ ആകുമ്പോൾ സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. അല്ലെങ്കിൽ ഇവിടെ എത്തില്ല. കാരണം ഞാൻ പറഞ്ഞില്ല, റോഡ് കട്ടിങ് ഉണ്ട്, അതുകൊണ്ട് റോഡൊക്കെ ബ്ലോക്ക് ആയിരിക്കും പല സമയങ്ങളിലും. ഇവർക്ക് അറിയാം കേട്ടോ, ഇവർക്ക് കറക്റ്റ് ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ കിട്ടുകയും ചെയ്യും. നമ്മളെ പോണ റൂട്ടിൽ ഇവിടെ 2 ഡീവിയേഷൻ വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഈ ഒരു റൈറ്റ് എടുത്താണ് പോകേണ്ടത്. ഈ ഒരു റൂട്ട് എന്ന് പറയുന്നത് ആലോയിലേക്ക് പോണ റൂട്ടാണ് കേട്ടോ. ആലോ ബസർ. ഓ, നമ്മൾ റോങ് സൈഡ് അടുത്താ കേട്ടാ. ഒട്ടും പ്രതീക്ഷയില്ല ഇങ്ങനെ ഒരു വണ്ടി വരുന്നത്. ആ റൂട്ട് നമ്മൾ ബസാറല്ല, ആലോ ബസാർ അങ്ങാടൊക്കെ പോണ റൂട്ടാണ്. ഇവിടെ ഒരു ചെറിയൊരു ഗ്രാമമുണ്ട് കേട്ടോ. പോണ വഴിക്കൊക്കെ ഇതേപോലെ ചെറിയ ചെറിയ വീടുകൾ മാത്രമേ ഉള്ളൂ. ഇവിടെ നമുക്ക് തങ്ങണമെങ്കിൽ തങ്ങിയൊക്കെ ചെയ്യാം കേട്ടോ. കാരണം ഇവരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ നല്ല ആൾക്കാരാണ്. കുറേ പേരൊക്കെ നമ്മളെ വീട്ടിലേക്കൊക്കെ ക്ഷണിക്കും കേട്ടോ നമ്മൾ പോണ വഴിക്കൊക്കെ. ഇത് കണ്ടില്ലേ, ഓരോരോ സുമോട്ട് ഇങ്ങനെ വന്നിട്ടിരിക്കുന്നതാണ്. ഇതൊക്കെ രാവിലെ അവിടുന്ന് പുറപ്പെട്ടേണ്ട. ഇവിടുന്ന് ഏകദേശം 160 കിലോമീറ്റർ എന്തുകൊണ്ടെന്ന് തോന്നട്ടോ ടൂട്ടിങ്ങിലേക്ക്. നമ്മളെത്തുമ്പോൾ 2-3 ദിവസമല്ല 4-5 ദിവസം എടുക്കുമായിരിക്കും, ചിലപ്പോൾ ഒരാഴ്ച എടുക്കുമായിരിക്കും, അറിയില്ല കേട്ടോ. റോഡ് കണ്ടീഷൻ നമുക്ക് ഇപ്പോഴും ഒരു ഐഡിയ ഇല്ല. അതുകൊണ്ടാണ് നല്ല കയറ്റമുണ്ട് കേട്ടോ. കാരണം നമ്മൾ പോണത് ഇൻഡോ ചൈന ബോർഡറിലേക്കാണ്. ഇവിടെ റോഡ് പണി നടക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഒരു സൈഡ് ഇങ്ങനെ ടാർ ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി ഇപ്പോഴത്തെ സൈഡ് ഒന്നും കൂടെ പൊക്കം കൂട്ടിയിട്ട് ടാർ ചെയ്യും കേട്ടോ. ഇത് നോക്കി 2 മതിലിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ പോണ ഒരു ഫീലാണ് കേട്ടോ. അതായത് ഒരു തുരങ്കത്തിൻ്റെ ഉള്ളിൽ പോണ ഫീലാണ്. ഇതൊക്കെ റോഡ് പണിക്ക് വേണ്ടി സാധനങ്ങൾ കൊണ്ടുപോകണമെന്ന് തോന്നുന്നു. റോഡ് പണിക്ക് വേണ്ടിയല്ല, എന്തോ മണ്ണ് കൊണ്ടുപോകണേണ്. ഇവിടെയുള്ള ആൾക്കാരുടെ കയ്യിൽ കൂടുതലും നമ്മൾ ട്രാക്ടർ ഒരുപാട് കണ്ടിട്ടുണ്ട് കേട്ടോ. ഒരുപാട് വണ്ടികൾ പോകണുണ്ട്, വല്ല VIP പോകണേണ. വണ്ടികൾ പോകുന്നതോറും നല്ല രീതിയിൽ പൊടി അടിക്കാനുണ്ട്. ഇപ്പൊ ഇവിടെയൊന്നും റോഡൊന്നും കുഴപ്പമില്ല കേട്ടോ. നിങ്ങൾ ടൂട്ടിങ് ഒക്കെ യാത്ര ചെയ്യാൻ പ്ലാനുള്ള ആൾക്കാരാണെങ്കിൽ നമ്മുടെ ഈ ഒരു വീഡിയോ കണ്ടാൽ മതി കേട്ടോ. റോഡിന്റെ കണ്ടീഷനും പോണ റൂട്ടിലൊക്കെ എന്തൊക്കെയാണ് ഉള്ള ഡീറ്റെയിൽസ് മൊത്തം നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യും. ഇപ്പം മഴയൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെയുള്ളത്. അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു റൂട്ടിൽ കൂടെ പോയി കഴിഞ്ഞാൽ മിക്കവാറും ലാൻഡ് സ്ലൈഡും കാര്യങ്ങളൊക്കെ നമ്മൾ നേരിടേണ്ടി വരും കേട്ടോ. നമ്മളെ വന്ന വഴിക്ക് ഒരു കിടിലം കാഴ്ചയാണ് കേട്ടോ. ഇത് നോക്കിയേ, ഈ കാണുന്നത് കണ്ടിട്ട് എനിക്ക് നമ്മുടെ കേരളം പോലെ ഒരു ഫീൽ വന്നിട്ടുണ്ട് കേട്ടോ. കേരളത്തിൻ്റെ അതേ ഭംഗി. ഇത് നോക്കി, ഈ ഒരു കൃഷിപ്പാടങ്ങളും ഈ ഒരു വാഴക്കൃഷിയും അതുപോലെ ഇവിടെ നെൽകൃഷിയാണ് കേട്ടോ. ഈ കാണുന്നത് വാഴ, പിന്നെ അതേ ഇവിടെ മത്സ്യകൃഷി എന്തുകൊണ്ട്. പക്ഷേ നമ്മൾ ഇങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ആ ഒരു കേരളത്തിലൊരു ഫീലൊക്കെ തോന്നി കേട്ടോ. എനിക്ക് തോന്നിയത് മാത്രമാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഫീല് തോന്നണ്ടാന്ന് എനിക്കറിയില്ല. നിങ്ങൾ അങ്ങനെ ഒരു ഫീല് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. കാരണം വല്ലാത്തൊരു ഭംഗിയാണ് കേട്ടോ. നമ്മൾ ഇത്ര നേരം യാത്ര ചെയ്തിട്ട് ഇതേപോലൊരു മനോഹരമായ ഒരു കാഴ്ച ആദ്യമായിട്ടാണ് കാണുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമായിട്ടാണ് കാണുന്നത്. ഈ ഒരു സ്ഥലത്തിൻ്റെ പേര് അറിയില്ല കേട്ടോ. എനിക്ക് തോന്നുന്നത് ജങ്കിങ് എന്നാണെന്ന് തോന്നുന്നത്. ഇവിടെ ചെറിയ ചെറിയ വീടുകളൊക്കെ ഉണ്ട്. അതുപോലെ ആ ഒരു സൈഡിലാണെങ്കിൽ വലിയ വലിയ ബിൽഡിങ്ങുകൾ ഒരുപാട് കാണണ്ട. എനിക്ക് തോന്നുന്നത് എന്തോ ഓഫീസ് കാര്യങ്ങളൊക്കെ ആയിരിക്കും. അല്ലാണ്ട് ഈ ഒരു ഗ്രാമപ്രദേശത്ത് ഇങ്ങനെ വലിയ വീടുകളൊക്കെ വളരെ കുറവാണ് കേട്ടോ. ഇവിടെയൊക്കെ ഒരുപാട് കൃഷിയൊക്കെ ഉണ്ടായതാണ്, പക്ഷെ എല്ലാം ഇവർ കളഞ്ഞു. ഇനിയിപ്പോൾ അടുത്ത ഇടും. ഓരോ സീസൺ അനുസരിച്ച് ഓരോരോ കൃഷികളാണ് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ട്രാക്ടറുകൾ ഒരുപാടുണ്ട് കേട്ടോ. ഇതുണ്ടല്ലേ, ഇഷ്ടംമാതിരി ഉണ്ട്. നമ്മൾ ഇവിടെയുള്ള ആൾക്കാർ കൂടുതൽ ഉപയോഗിക്കുന്നത് ട്രാക്ടറുകൾ കേട്ടോ. ഒരുപാട് സാധനങ്ങളൊക്കെ ആയിട്ട് പോകാനും വരാനൊക്കെ ആയിട്ട് ഇതാണ് ഏറ്റവും ബെസ്റ്റ്. പിന്നെ ഉള്ളത് ബൊലേറോ അങ്ങനെയുള്ള കാറുകളൊക്കെ ആയിരിക്കും. അതുപോലെ ഇവിടെയുള്ള ഓരോ ഗ്രാമത്തിലും ഓരോ വണ്ടികളുണ്ട്. ഓരോ ഗ്രാമത്തിലല്ല, ഓരോ ഗ്രാമത്തിലും ഓരോ വീട്ടിലും 1-2 കാറുകൾ ഉണ്ടാവും കേട്ടോ. കാരണം ഇവരൊക്കെ നല്ല രീതിയിൽ ഫണ്ട് ഉണ്ടാക്കുന്ന ആൾക്കാരാണ്. നമ്മൾ കാണുമ്പോൾ ഇവരുടെ വീടൊക്കെ എല്ലാം ചെറുതാണെന്ന് ചോദിക്കും, പക്ഷേ ഇവരൊക്കെ നല്ല രീതിയിൽ പൈസ ഉണ്ടാക്കുന്ന ആൾക്കാരാണ്. ഇവർക്ക് ഒരുപാട് ആനുകൂല്യങ്ങൾ എന്തോ കിട്ടാണ്ട് കേട്ടോ. അതുപോലെ പൈസയും കാര്യങ്ങളും കിട്ടാണ്ട്. ഇങ്ങനെ ഇവിടെ ഷൂ മൊത്തം ചെളിയായിട്ടാ.
रास्ता पूरा कीचड़ होगा ഈ റൂട്ടാട്ടോ വന്നത്. പക്ഷെ എൻ്റെ മോനെ നല്ല പണിയാണ് കിട്ടിയട്ടാ. എന്റെ ഷൂവിന്റെ കോല നോക്കിയേ, ഫുള്ള് ചെളിയിൽ മുങ്ങിപ്പോട്ടാ. ഷൂ മാത്രല്ല സൈക്കിളും അതാണ് അവസ്ഥ. ഇത് എവിടെ കൊണ്ടേ കഴുകുന്നൊരു പിടുത്തമില്ലാട്ടാ. പക്ഷെ എന്റെ പൊന്നെ നല്ല പണിയാണ് മക്കളെ കിട്ടിയത്. അവിടെ ഇപ്പോഴാണ്ട് അവര് ക്ലീൻ ആക്കണ നോക്കിയേ, ക്ലീൻ ആക്കൊണ്ടിരിക്കുന്നത് തോന്നുന്നത്. ചെവിമാർക്കൊക്കെ കുറച്ച് നേരത്തെ ക്ലീൻ ആക്കിയാണെങ്കിൽ ഇത്രയും പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. അങ്ങനെ ആ ചെളിക്കുണ്ടിന്നൊക്കെ വന്നിട്ട് ഇപ്പൊ ഒരു ചെറിയൊരു അരുവിയല്ല, ഒരു ഉറവ് കിട്ടിയേട്ടാ. അപ്പൊ അവിടെ നമ്മളിത് വാഷ് ചെയ്യാൻ വേണ്ടി വന്നേക്കാണ്. ഇത് നോക്കി, ഷൂ ഒക്കെ ഫുള്ള് അഴുക്ക് പിടിച്ചേട്ടാ. ഓ അഴുക്ക്, നല്ല ചെളി എന്ന് പറയുന്നത് അമ്മാതിരി ചെളിയാട്ടാ. ബാക്കി അവരൊക്കെ നടന്നൊക്കെ വന്നിട്ടുണ്ട് പണിക്കാരൊക്കെ. കാരണം അവർ മറ്റേ എന്താണ് പ്ലാസ്റ്റിക്കിന്റെ പോലത്തെ ബൂട്ടില്ലേ, അതൊക്കെ ഇട്ടിട്ടാണ് അവർ പോകണേട്ടാ. അത് കാരണം കുഴപ്പമില്ല, അത് വെറുതെ കഴുകിയാലും പോവും, പെട്ടെന്ന് ഉണങ്ങി ചെയ്യും. പക്ഷെ നമ്മുടെ അങ്ങനെ ഇങ്ങനത്തെ ഷൂ ആയതുകൊണ്ട് ഉണങ്ങാൻ വേണ്ടി നല്ല ടൈം എടുക്കട്ടെ. പിന്നെ നനഞ്ഞിരുന്ന് കഴിഞ്ഞാൽ കാലൊക്കെ ഒരുമാതിരി എന്താ പറയുക, ഇതേപോലെ ഒരു ഇതായി പോട്ടെ, കാലൊക്കെ കുതിർന്ന അവസ്ഥയിലായി പോവും. എന്തായാലും കാലൊക്കെ കഴുകിയിട്ട് ഇവിടെ നിന്ന് ഇറങ്ങാട്ടാ. അതുപോലെ ചില ആൾക്കാർ ചോദിക്കാറുണ്ട് നമ്മൾ ഫുഡ് കഴിക്കുന്ന വീഡിയോ ഒക്കെ ഒന്ന് ആഡ് ചെയ്യാൻ. ഞാൻ ഇതിനു മുമ്പ് എല്ലാ വീഡിയോസിലൊക്കെ അത്യാവശ്യം ഫുഡ് കഴിക്കണം ആഡ് ചെയ്തതാണ്. പിന്നെ അത് മാത്രമേ കൊണ്ട് പിന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ടാവുമല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ പിന്നെ ഫുഡ് കഴിക്കണമെന്ന് അത് ആഡ് ചെയ്യാനത്. രാത്രിയിലൊക്കെ നമ്മൾ കൂടുതലും കുക്ക് ചെയ്യാറില്ലാണ്ട് പതിവ്, രാത്രി രാവിലെ. പിന്നെ അത്യാവശ്യം നമുക്ക് ഫുഡ് കിട്ടാറുണ്ട്, ആ ഒരു വീഡിയോ ഒക്കെ നമ്മൾ വീഡിയോയിൽ കൊടുക്കാറുള്ളതാണ്. അതുപോലെ ഉച്ചക്കത്തെ ഫുഡാണ് ഞാൻ ഇത് കഴിക്കേണ്ടിയിരിക്കുന്നത്. നിർത്തരാ നോക്കിയേ, ഇത് ഇതാണ്ടാ കപ്പലണ്ടിയാണ്. നമുക്കൊരാൾ തന്നാട്ടോ, നമ്മൾ മേടിച്ചതല്ല. നമുക്ക് ഇവിടെ ഒരു ഗ്രിഫിൻ്റെ ക്യാമ്പിൽ നിന്ന് തന്നാണ്. ഇവിടെ മലയാളികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിലൊരു മലയാളി ഉണ്ടായിരുന്നു. അപ്പോൾ ആൾ തന്നാ കേട്ടോ. ആൾ കുറച്ചധികം സാധനങ്ങളൊക്കെ മേടിച്ചു തന്നു. ഇതുണ്ട്, പിന്നെ ഒരു ജ്യൂസ് ഉണ്ട് കേട്ടോ. ജ്യൂസ് ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ ഉള്ളിലാണ് കേട്ടോ, മറ്റേ റിയലിൻ്റെ ജ്യൂസില്ലേ, റിയലിൻ്റെ ജ്യൂസ്, പിന്നെ കപ്പലണ്ടി. ഇതാണ് കേട്ടോ നമ്മുടെ ഇന്ന് ഉച്ചക്കത്തെ ഫുഡ്. ഇവിടെ നിന്ന് തന്നെ നല്ല കിട്ടില്ല വ്യൂ ആട്ടോ. നമ്മൾ ഈ കാണുന്ന ഒരു ഗ്രാമത്തിൽ നിന്നാണ് വന്നത്. ഈ ഒഴുകണതാണ് സിയാങ് റിവർ കേട്ടോ. അപ്പോൾ സിയാങ് റിവറിൻ്റെ ആ ഒരു സൈഡിൽ നിന്നാണ് നമ്മൾ ഉച്ചക്കത്തെ ഫുഡ് കഴിക്കണേട്ടാ. കാരണം നമ്മൾ ഇവിടെ കടകൾ കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ ഇൻ കേസ് കടകളുണ്ടെങ്കിലും ഭയങ്കര പൈസ കേട്ടോ. നമ്മൾ വിചാരിക്കണ പോലെയല്ല, ഫുഡിനൊക്കെ ഭയങ്കര പൈസ ഉണ്ട് ഇവിടെയൊക്കെ. അപ്പോൾ നമ്മളെ കൊണ്ട് താങ്ങില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ചെറിയൊരു പണിയെടുത്തിട്ടാണ് കുറച്ച് ഫണ്ട് കിട്ടിയേട്ടാ. അപ്പോൾ ആ ഒരു ഫണ്ടൊക്കെ വെച്ചാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോണത്. ഫണ്ട് തീരാറായിട്ടാ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത് നിന്ന് ചെറിയൊരു വർക്കിന് കയറണം. അപ്പം അങ്ങനെയൊക്കെ വിചാരിച്ചിരിക്കുന്നതാണ്. എന്തായാലും നമുക്ക് പയ്യെ കയറാട്ടോ. അത്യാവശ്യം കയറ്റമുണ്ട്. റോഡ് ഇപ്പോൾ വലിയ കുഴപ്പമില്ല, നല്ല റോഡാണ്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടൊക്കെ ഭയങ്കര മോശമായിരിക്കും കേട്ടോ. ഇത് കണ്ടില്ലേ, ഇത് ഏകദേശം ഒരു 3-4 ദിവസങ്ങൾക്ക് മുമ്പ് സ്ലൈഡ് ആയതാണ്. കാരണം ആ സമയത്ത് ഇവിടെ നല്ല മഴയായിരുന്നു കേട്ടോ. ഇപ്പോഴാണ് കാലാവസ്ഥ ഒന്ന് ചേഞ്ച് ആയത്. ഇപ്പോഴും മഴ ചെറിയ രീതിയിൽ പൊടിയുന്നുണ്ട് കേട്ടോ. മിക്കവാറും നല്ല മഴ പെയ്യാൻ ചാൻസ് ഉണ്ട്. മഴ പെയ്യാണ്ടിരുന്ന് കഴിഞ്ഞാൽ സെറ്റാണ്. കാരണം നമുക്കിനി മുന്നോട്ട് പോണ കാര്യം ഭയങ്കര പണിയായിരിക്കും മഴ പെയ്ത് കഴിഞ്ഞാൽ. എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ റോഡിൻ്റെ പണി ഇങ്ങനെ നടന്നിട്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പലയിടത്തും നല്ല രീതിയിൽ സ്ലൈഡിങ് ഉണ്ട്, അതുപോലെ തന്നെ കട്ടിങ് നടപ്പുണ്ട്. പിന്നെ ആ റോഡ് ഇപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ നല്ല രീതിയിലുള്ള റോഡാണ്. പക്ഷേ ഇവിടെ നിന്ന് കുറേ അങ്ങാട് പോകുമ്പോൾ റോഡിൻ്റെ ഗതി മാറിക്കൊണ്ടിരിക്കും കേട്ടോ. അതാണ് ഇവിടുത്തെ അവസ്ഥ. ഇത് നോക്കിയേ, ഈ സാധനം മറ്റേ മലയും കാര്യങ്ങളൊക്കെ മാന്തി തുറക്കണ സാധനം കേട്ടോ. ഇതിൻ്റെ മേളിൽ കല്ലും കാര്യങ്ങളൊക്കെ വീണ് നശിഞ്ഞിരിക്കണേണ്. എനിക്ക് തോന്നുന്നത് ഇതെല്ലാം പാർക്ക് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ കംപ്ലൈൻ്റ് ആയിട്ട് ഒതുക്കിയിട്ട് എന്തോണെന്ന് തോന്നുന്നത്. അതിലേക്ക് കല്ലും ഇതൊക്കെ വീണ് നശിഞ്ഞു പോയിട്ടാ. ഇനി ഇത് ഇവർക്ക് റിപ്പയർ ചെയ്തെടുക്കാൻ പറ്റൂലെന്ന് തോന്നട്ടാ. അമ്മാതിരി ഇതിലാണ് ഇത് വീണേക്കടാ. നോക്കിയേ, എൻ്റെ മോനെ, ഇവിടെ അധികം നേരം നിൽക്കാൻ പറ്റില്ല കേട്ടോ. കാരണം ഇടിഞ്ഞ് വീണ് കഴിഞ്ഞാൽ നമ്മുടെ കാര്യത്തിലും തീരുമാനം. അപ്പോൾ അധികം നേരം നമ്മൾ ഇവിടെ നിൽക്കാനുള്ള മഴയും പൊടിയുണ്ട് കേട്ടോ. എന്താവുന്നൊരു പിടുത്തമില്ല കേട്ടോ മക്കളെ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇതാണ് കേട്ടോ ഈ ഒരു റൂട്ടിലൂടെ സഞ്ചരിപ്പിക്കാൻ വീടുന്ന ഫീല്. ചെറിയ രീതിയിലൊക്കെ അവിടെ ഇവിടെ നിന്നൊക്കെ വീഴുണ്ട്. എന്താണൊക്കെ വീണ് കഴിഞ്ഞാൽ കൊക്ക പോയി കഴിഞ്ഞാൽ തലയിൽ വീഴും കേട്ടോ. കല്ല് വീണ് കഴിഞ്ഞാൽ തല വീഴും, അല്ലെങ്കിൽ കൊക്ക. അതാണ് അവസ്ഥ. റൂട്ടിലൂടെ പോകാൻ വേണ്ടി നല്ല പേടിയാവും കേട്ടോ. വന്ന വഴിയാ നല്ല മഴ കിട്ടിയേട്ടാ. അപ്പം ഞാൻ അതേ റെയിൻ കോട്ട് ഇട്ട്, നമുക്കിത് നമ്മുടെ ആ ഒരു സാറ് മേടിച്ചു തന്നിട്ടാ പമ്മൻ സ്കൂളിലാണ്. അപ്പം 30 മേടിച്ചെന്ന റെയിൻ കോട്ടാണ്, നല്ല റെയിൻ കോട്ടാണ് കേട്ടോ. പിന്നെ എൻ്റെ നേരത്തെ റെയിൻ കോട്ട് ഉണ്ടായിരുന്നു, അതൊക്കെ കീറി പറഞ്ഞിട്ട് കുറേ നാളായി. പിന്നെ മഴയൊക്കെ പെയ്ത് നനനൊക്കെ ആയിരുന്നു യാത്ര.
പിന്നീട് പുള്ളി ഇത് മേടിച്ചു തന്നുകൊണ്ട് വല്ലാത്ത ആശ്വാസം കേട്ടാ. നല്ല അടിപൊളി മനുഷ്യരാണ്. ഇപ്പോഴും ഇടയ്ക്ക് വിളിക്കാറുണ്ട് ഞാൻ, വല്ലാത്ത സന്തോഷം തന്നെ. അപ്പോൾ അവരെനിക്ക് വന്നിട്ട് നാട്ടിലെത്തിയെന്ന് കേട്ടോ, നാട്ടിൽ പോണ കാര്യമൊക്കെ പറഞ്ഞായിരുന്നു. അതുപോലെ തന്നെ ഈ റോഡ് നോക്കി, റോഡിൻ്റെ കട്ടിങ് ഒക്കെ നടക്കണേട്ടാ. അപ്പോൾ ഇവിടെ പുതിയൊരു റൂട്ട് പണിതിരിക്കണേണ്. നമുക്കിനി അടിയിലൂടെ ഇങ്ങനെ പോയി ചുറ്റിത്തിറങ്ങി വേണം പോവാൻ. കാരണം ഇത് പണിത് തീരാൻ വേണ്ടി ടൈം എടുക്കും കേട്ടോ. ഹൈവേ പണിയണേണ്. ഇവിടെ അടുത്തൊരു വില്ലേജ് ഉണ്ട് കേട്ടോ. ഇന്നപ്പോൾ അവിടെ ഹോൾഡ് ചെയ്യാനാണ് പ്ലാൻ ഇട്ടേക്കണത്. മഴ പെയ്ത് കഴിഞ്ഞാൽ ടെൻ്റൊക്കെ അടിച്ച് കഴിഞ്ഞാൽ പ്രശ്നവും. അപ്പോൾ എന്തെങ്കിലും സ്റ്റേ കിട്ടിക്കഴിഞ്ഞാൽ അവിടെ തങ്ങും, അല്ലെങ്കിൽ എവിടെയെങ്കിലും വല്ല ഷെൽട്ടർ പോലെ കിട്ടിക്കഴിഞ്ഞാൽ അവിടെ ടെൻ്റ് അടിക്കാനാണ് പ്ലാൻ ഇട്ടേക്കണം കേട്ടോ ഇതുവരെ. भैया थैंक यू सो मच भैया, आप लोग मेरे को एक रेनकोट भी दे दिया, थैंक यू भैया। ये तो नया रेनकोट है ना भैया, आप लोग का साथ है रेनकोट है आपके लिए? अच्छा, 2-3 पीस रखा था मैंने। अच्छा अच्छा अच्छा, आपको मैं दे दिया। थैंक यू भैया। आराम से जाइए, यहाँ बारिश का मौसम है। आप आगे बढ़ते जाइए, हम लोग वापस आ रहे हैं, हम शाम तक आपको कुछ प्रॉब्लम होगा फिर हम लोग कल फिर रिटर्न आएंगे। നമ്മളെ ഇപ്പം എടുക്കണ വീഡിയോ എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ വന്ന വഴിക്ക് കുറച്ച് ട്രക്കുകാർ നിർത്തിയിട്ട്, അതായത് നല്ല മഴ ഉണ്ടായിരുന്നു ആ സമയത്ത്. എൻ്റെ ഉണ്ടാകുന്ന റെയിൻകോട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ പുതിയ എടുത്തേട്ടാ. നമുക്കൊരു മലയാളി സാർ എടുത്തു തന്നെയാണ്, ബോളങ്ങിൽ വെച്ച് നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അവരെടുത്തു തന്ന ഒരു ഇതായിരുന്നു കേട്ടോ, ഒരു എന്താ പറയുക, ഷർട്ട് മാത്രമേ ഉണ്ടാകുന്നുള്ളൂ, പാൻറ് എടുത്തില്ല ആ സമയത്ത്. ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ വന്ന വഴിക്ക് മഴ നല്ലോണം കൂടി. ഇൻക്യോങ്ങിന് ഏകദേശം നമ്മൾ ടൂട്ടിങ് പോണ റൂട്ടിൽ വെച്ച് കുറച്ച് ട്രക്കുകാർ വന്ന് അവർ പുതിയ മേടിച്ച റെയിൻകോട്ട് എനിക്ക് തന്നിട്ട് പോയിട്ടാ. ഇത് നോക്കി, ഈ കാണുന്നതാണ് റെയിൻകോട്ട്. നല്ല അടിപൊളി ആൾക്കാരാണ് കേട്ടോ. അവർ പുതിയ മേടിച്ച റെയിൻകോട്ടാണ് എനിക്ക് തന്നത്. ഞാൻ അവരോട് ചോദിച്ചു എനിക്കുണ്ട്, എനിക്ക് പാൻറ്റ് മാത്രം മതി എന്ന് പറഞ്ഞു. പക്ഷെ അവർ പറഞ്ഞ് 2 ഓട്ടോ ഷർട്ടും പിന്നെ പാൻറ്റും കൂടെ ആയിട്ട് വന്നിട്ട് പുത്തൻ സാധനം തന്ന്. അപ്പോൾ ഇപ്പോൾ 2 റെയിൻകോട്ടായിട്ടാണ്. ഞാൻ അപ്പോഴും ആലോചിക്കുന്നത് നമ്മൾ ഒറ്റ പൈസ ഇല്ലാണ്ടിരിക്കുന്ന സമയത്തായിരുന്നു. ആ സമയത്ത് ആദ്യം നമുക്ക് റെയിൻകോട്ട് എടുത്ത് തന്നില്ലേ, അത് ആ ഒരു മലയാളി സാർ നമുക്ക് ഫ്രീ ആയിട്ട് എടുത്ത് തന്നെ കേട്ടോ. അതുപോലെ ഇവരും തന്നത് ഫ്രീ ആയിട്ടാണ്. ഓരോ എന്താ പറയുക, നമ്മൾ പ്രതീക്ഷിക്കാതെ ഓരോരോ സംഭവങ്ങൾ കിട്ടണ വഴി നിങ്ങൾ കണ്ടില്ലേ, ഇതാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇന്നലെ തങ്ങാനൊരു സ്ഥലം കിട്ടി. അപ്പോഴും വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ, കാരണം നല്ല മഴയായിരുന്നു. പിന്നെ എൻ്റെ ഫോണൊക്കെ ഫുള്ളായി, അങ്ങനെ ആകെ പ്രശ്നങ്ങളായിരുന്നു. അങ്ങനെ ആ ഒരു കമ്പനി ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെയാണ് നമ്മൾ നിന്നേച്ച, അവരോടൊക്കെ യാത്രയൊക്കെ പറഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് നിർത്തണം കേട്ടോ, കാരണം ആ ഒരു വീഡിയോയുടെ ബാക്കിയാണിത്. അപ്പോൾ നിങ്ങൾ കണ്ടിഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം കേട്ടോ.